അന്ത തതുലു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽവ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. പങ്കൂസ് മൗലിദിൽ നമ്മൾ ഒന്നാമത്തെ ഹിക്കായത്തിൽ നമ്മൾ ചൊല്ലുന്ന ബൈത്താണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചന്ദ്രനോട് ഉപമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബൈത്ത് ചൊല്ലുന്നത്. അന്ത തതുലു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ, അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയരുന്നത് താരങ്ങൾക്കിടയിൽ, നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിലെ ചന്ദ്രനെ പോലെയാണ്. ബൽവ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി, എന്നല്ല നബി, അങ്ങ് ചന്ദ്രനേക്കാൾ ശോഭിതമായവരാണ്, അതിനേക്കാൾ മഹത്വമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തുന്ന, റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുന്ന ഒരു ഭാഗമാണിത്. ഇതേ ആശയം വരുന്ന വരികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മദീനക്കാർ സന്തോഷത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിരേറ്റ് അവര് പാടിയത് തലഅൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഉപമിച്ചത് ചന്ദ്രനോടാണ്. തലഅൽ ബദറു അലൈന, ഞങ്ങളുടെ മേലെ ആ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്ന്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പല രീതിയിലും, വിശുദ്ധമായ ഖുർആൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശപൂരിതമായ വിളക്ക് എന്ന് ഉപമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഏത് നിലക്ക് ഉപമിച്ചാലും ആ ഉപമക്ക് ഉപമിച്ച് മഹത്വവൽക്കരിച്ച് അതിന് അറ്റം കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഉപമിച്ചാലും വർണ്ണിച്ചാലും തീരാത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹു നമുക്ക് അവിടുത്തെ ചര്യ പിൻപറ്റാനും അവിടുത്തെ മദ്ഹ് പറയാനും പാടാനും ഒക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.